ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ഹിസ്ബുള്ള പ്രതിനിധികളുമായും താൻ സംസാരിച്ചെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ വ്യക്തമാക്കി. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായി. അമേരിക്കൻ മധു കൊട്ടാരക്കാർ തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും പശ്ചിമേഷ്യയിൽ സമാധാനം ഒരു വിദൂര സ്വപ്നം തന്നെയായി തുടരുന്നു. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് സൈനിക വിജയത്തെക്കാൾ സമാധാന ഉടമ്പടിയാണ് തനിക്ക് വലുതെന്നാണ്. ABC ന്യൂസിന്റെ ജോനത്തൻ കാർലിനോടുമായിട്ടുള്ള അഭിമുഖത്തിലാണ് ട്രംപ് ഇത് പറഞ്ഞത്. അത് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു ഉടമ്പടി ഒരാഴ്ചക്കുള്ളിൽ സാധ്യമാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ചർച്ചകളൊക്കെ ഇപ്പോഴും വളരെ സജീവമാണ്. അത് മാത്രമല്ല, ഒപ്പുവെക്കുന്നതിന് മുന്നേ ചില നിർണായക കാര്യങ്ങൾ കൂടി തനിക്ക് വ്യക്തത വരേണ്ടതുണ്ട്. അതാണ് ഈ കാലതാമസം എന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം എസ്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് വലിയ തോതിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ഇത് കൂടാതെ ഖത്തർ പോലെയുള്ള മധ്യസ്ഥർ മുഖേന ഹിസ്ബുള്ളയുമായിട്ടും ചില ആശയവിനിമയങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇതിനുശേഷം ഇസ്രായേലും ഹിസ്ബുള്ളയും ഒരു വെടിനിർത്തലിന് സമ്മതിച്ചതായിട്ട് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നു. ലെബനൻ ആസ്ഥാനമായ ബെയ്റൂട്ട് അവരെ ആക്രമിക്കില്ല, അത് മാത്രമല്ല അവിടേക്ക് ഇസ്രായേൽ സൈന്യത്തെ അയച്ചിട്ടുണ്ടായിരുന്നു, അത് തിരികെ വിളിച്ചെന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ ഹിസ്ബുള്ളയും ആക്രമിക്കില്ലെന്നുള്ള ഉറപ്പ് നൽകിയതായിട്ട് ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം ട്രംപ് പ്രഖ്യാപിച്ച ഈ ഭാഗിക വെടിനിർത്തൽ ആ കരാർ പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുകയാണ് ഈ ഹിസ്ബുള്ള. അത് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ ഈ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പകരം ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ച ഒരു ഭാഗിക ഉടമ്പടി. അതാണ് നിരസിച്ചിരിക്കുന്നത്. അതേസമയം എസ്കെൻ, ലെബനന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടർന്നാൽ അമേരിക്കയുമായി നടത്തുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമെന്നാണ് ഇറാന്റെ ഭീഷണി. മാത്രമല്ല, വേണ്ടി വന്നാൽ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിലേക്ക് നേരിട്ടിറങ്ങുമെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. എസ്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനം വരാത്ത കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ്. നമ്മുടെ ശരിക്കും ആ ബോംബ് നമ്മൾ ശരിക്കും വീഴുന്നത് നമ്മുടെ അടുക്കളയിൽ ഒക്കെ തന്നെയാണ്. പലപ്പോഴും ഈ അത്യാവശ്യ സാധനങ്ങൾക്ക്, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുന്നതും ഇന്ധന വില കൂടുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് അറിയാമല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.